ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല ഇടിയും മഴയൊക്കെയാണ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ 15th ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്, ദ ഫോർബിഡൻ ഫോറസ്റ്റ്. കാര്യങ്ങൾ ഇതിലും മോശമാകാൻ വഴിയില്ല. ഒന്നാം നിരയിലെ പ്രൊഫസർ മക്ഗോണാഗലിന്റെ പഠനമുറിയിലേക്ക് ഫിൽച്ച് അവരെ കൊണ്ടുപോയി. പരസ്പരം ഒരു വാക്കുപോലും പറയാതെ അവർ കാത്തിരുന്നു. ഹെർമിയോണി വിറക്കുകയായിരുന്നു. ഒഴിവ് കഴിവുകളും കള്ളക്കഥകളും ഹാരിയുടെ തലച്ചോറിലൂടെ പരന്നൊഴുകി. ഓരോന്നും മുമ്പത്തേതിനേക്കാൾ ദുർബലം. ഇത്തവണ അവരെങ്ങനെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവന് മനസ്സിലായതേയില്ല. അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. അദൃശ്യപുതപ്പ് മറക്കാൻ തക്ക മണ്ടത്തരം അവരെങ്ങനെ കാണിച്ചു? ഈ രാത്രി അസമയത്ത് എഴുന്നേറ്റ് സ്കൂളിൽ ചുറ്റി നടന്നതിന് പ്രൊഫസർ മക്ഗോണാഗലിനോട് എന്ത് കാരണം പറയും? ക്ലാസ് സമയത്തല്ലാതെ ഏറ്റവും ഉയരമുള്ള ജ്യോതിശാസ്ത്ര ഗോപുരത്തിന് മുകളിൽ കയറിയത് എന്തിനാണെന്ന് എന്ത് കാരണം പറയും? കൂട്ടത്തിൽ നോബർട്ടിനെയും ഇൻവിസിബിലിറ്റി ക്ലോക്കിനെയും ചേർത്താൽ അവരവരുടെ ബാഗുകൾ പാക്ക് ചെയ്ത് പോകേണ്ടി വരും. കാര്യങ്ങൾ ഇതിലും മോശമാകാൻ വഴിയില്ലെന്ന് ഹാരി കരുതിയിരുന്നോ? അവന് തെറ്റുപറ്റി. പ്രൊഫസർ മക്ഗോണാഗൽ വന്നു, നെവിലിനെയും കൊണ്ട്. ഹാരി! മറ്റു രണ്ടുപേരെയും കണ്ട നിമിഷം നെവിൽ അലറി വിളിച്ചു. ഞാൻ നിങ്ങളെ കണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വരികയായിരുന്നു. മാൽഫോയ് നിങ്ങളെ പിടികൂടുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഒരു നെവിലിന്റെ വായടയ്ക്കാൻ ഹാരി ശക്തമായി തലയാട്ടി. പക്ഷേ പ്രൊഫസർ മക്ഗോണാഗൽ അത് കണ്ടിരുന്നു. അവർ 3 പേരുടെയും എതിരെ നിന്ന് അവളിപ്പോൾ നോബർട്ടിനേക്കാൾ തീ തുപ്പാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. നിങ്ങളിൽ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മിസ്റ്റർ ഫിൽച്ച് പറയുന്നു നിങ്ങൾ ജ്യോതിശാസ്ത്ര ഗോപുരത്തിന് മുകളിലായിരുന്നുവെന്ന്. ഇപ്പോൾ പുലർച്ചെ 1 മണി. എന്തിനായിരുന്നെന്ന് പറ. ഒരു അധ്യാപികയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഹെർമിയോണി പരാജയപ്പെടുന്നത് അതാദ്യമായിരുന്നു. ഒരു പ്രതിമയെ പോലെ നിശ്ചലയായി അവൾ തന്റെ ചെരുപ്പുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി, മക്ഗോണാഗൽ പറഞ്ഞു. അത് കണ്ടുപിടിക്കാൻ വലിയ കഴിവൊന്നും ആവശ്യമില്ല. ഡ്രാക്കോ മാൽഫോയിയെ അർദ്ധരാത്രി നടത്തിക്കാൻ നിങ്ങൾ ഡ്രാക്കോ മാൽഫോയ്ക്ക് ഇല്ലാത്ത ഒരു ഡ്രാഗൺ കഥ പറഞ്ഞുകൊടുത്തു. ഞാൻ ഇതിനകം അവനെ പിടികൂടിയിട്ടുണ്ട്. ലോങ് ബോട്ടം ആ കഥ കേട്ട് വിശ്വസിച്ച് ഇവിടെ വരെ എത്തിയതും നിങ്ങൾക്ക് തമാശയായി തോന്നുന്നുണ്ടാകും അല്ലേ? ഹാരി നെവിലിന്റെ കണ്ണിൽ നോക്കി മൗനമായി ഇത് സത്യമല്ലെന്ന് അവനോട് പറയാൻ ശ്രമിച്ചു. കാരണം നെവിൽ വഞ്ചിക്കപ്പെട്ട പോലെ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. പാവൻ നെവിൽ. ഈ ഇരുട്ടിൽ അവരെ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചതിന് എന്തുമാത്രം അവൻ ഭയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. എനിക്ക് മതിയായി, പ്രൊഫസർ മക്ഗോണാഗൽ പറഞ്ഞു. ഒരേ രാത്രിയിൽ 4 കുട്ടികൾ പുറത്ത്. ഇങ്ങനൊരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നീയോ മിസ് ഗ്രേഞ്ചർ? നിനക്കെങ്കിലും ബുദ്ധിയുണ്ടാകുമെന്ന് ഞാൻ കരുതി. മിസ്റ്റർ പോട്ടർ, ഗ്രിഫിൻഡോറിന് ഇതിനേക്കാൾ പ്രാധാന്യം നീ കൊടുക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾ 3 പേർക്കും ഡിറ്റൻഷൻ ലഭിക്കും. അതെ, നിനക്കും മിസ്റ്റർ ലോങ് ബോട്ടം. രാത്രിയിൽ സ്കൂളിൽ ചുറ്റി നടക്കാൻ നിങ്ങൾക്ക് അവകാശം നൽകുന്ന ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് വളരെ അപകടം പിടിച്ച ഈ ദിവസങ്ങളിൽ ഗ്രിഫിൻഡോറിൽ നിന്ന് 50 പോയിന്റുകൾ കുറയ്ക്കും. 50? ഹാരിക്ക് വീർപ്പുമുട്ടി. അവർക്ക് ലീഡ് നഷ്ടപ്പെടും. കഴിഞ്ഞ ക്വിഡിച്ച് മത്സരത്തിൽ അവൻ നേടിയ ലീഡ്. ഓരോരുത്തരിൽ നിന്നും 50 പോയിന്റുകൾ. പ്രൊഫസർ മക്ഗോണാഗൽ അവളുടെ നീണ്ട കൂർത്ത മൂക്കിലൂടെ ശക്തമായി ശ്വസിച്ചുകൊണ്ട് വ്യക്തമാക്കി. പ്രൊഫസർ പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് നീ പറയരുത് പോട്ടർ. ഇനി എല്ലാവരും ഉറങ്ങാൻ പോകൂ. ഗ്രിഫിൻഡോർ വിദ്യാർത്ഥികളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇത്രയധികം ലജ്ജിച്ചിട്ടില്ല. 150 പോയിന്റുകൾ നഷ്ടപ്പെട്ടു. അത് ഗ്രിഫിൻഡോറിനെ അവസാന സ്ഥാനത്ത് എത്തിച്ചു. ഒരു രാത്രി കൊണ്ട് ഹൗസ് കപ്പിനായി ഗ്രിഫിൻഡോറിന് ഉണ്ടായിരുന്ന അവസരം അവർ നശിപ്പിച്ചു. ഹാരിയുടെ അടിവയറ് കീഴ്മേൽ മറിഞ്ഞു. അവർക്കെങ്ങനെ ഇത് നികത്താൻ കഴിയും? ഹാരിക്ക് രാത്രി മുഴുവൻ ഉറക്കം വന്നില്ല. നെവിൽ തലയിണയിൽ കിടന്ന് മണിക്കൂറുകളോളം കരയുന്നത് അവന് കേൾക്കാമായിരുന്നു.
ഹാരിക്ക് ആശ്വസിപ്പിക്കാൻ പോലും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നെവിലും തന്നെ പോലെ തന്നെ പ്രഭാതത്തെ ഭയപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. തങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഗ്രിഫിൻഡോറിലെ മറ്റുള്ളവർ അറിയുമ്പോൾ എന്തു സംഭവിക്കും? അടുത്ത ദിവസം ആദ്യം ഹൗസ് പോയിന്റുകൾ രേഖപ്പെടുത്തിയ ഭീമൻ മണിക്കൂർ ഗ്ലാസുകൾ കടന്നു പോകുമ്പോൾ ഗ്രിഫിൻഡോസിന് ഒരു തെറ്റ് സംഭവിച്ചതായി തോന്നി. പെട്ടെന്നെങ്ങനെ അവർക്ക് 150 പോയിന്റുകൾ കുറഞ്ഞു? പിന്നെ കഥ പ്രചരിക്കാൻ തുടങ്ങി. ഹാരി പോട്ടർ, പ്രശസ്തനായ ഹാരി പോട്ടർ, 2 ക്വിഡിച്ച് മത്സരങ്ങളിലെ അവരുടെ നായകൻ. അവനും മറ്റു 2 മണ്ടൻ ഫസ്റ്റ് ഇയേഴ്സും ചേർന്ന് അവർക്ക് എല്ലാ പോയിന്റുകളും നഷ്ടപ്പെടുത്തി. സ്കൂളിലെ ഏറ്റവും പ്രശസ്തനും ആരാധനാപാത്രവുമായ ഒരാളിൽ നിന്ന് ഹാരി ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറി. സ്ലിതറിൻ ഹൗസ് കപ്പ് തോൽക്കുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതിനാൽ റാവൻക്ലോസും ഹഫിൾപഫും പോലും അവന് എതിരായി. ഹാരി പോകുന്നിടത്തെല്ലാം ആളുകൾ വിരൽ ചൂണ്ടി ശബ്ദം താഴ്ത്താൻ പോലും മെനക്കെടാതെ അവനെ അപമാനിച്ചു. മറുവശത്ത് സ്ലിതറിൻസ് അവർ കടന്നു പോകുമ്പോൾ വിസിലടിച്ചും ആർപ്പ് വിളിച്ചും കൈയടിച്ചു. താങ്ക്സ് പോട്ടർ, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. റോൺ മാത്രം അവനോടൊപ്പം നിന്നു. ഇവരെല്ലാം ഏതാനും ആഴ്ചക്കുള്ളിൽ ഇത് മറക്കും. ഫ്രെഡും ജോർജും ഇക്കാലയളവിൽ ധാരാളം പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും അവരെ ഇഷ്ടമാണ്. എന്നാലും അവർ ഒറ്റയടിക്ക് 150 പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, അല്ലേ? ഹാരി ദയനീയമായി പറഞ്ഞു. അതില്ല, റോൺ സമ്മതിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. പക്ഷേ ഇനി മുതൽ തന്റേതല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഹാരി സ്വയം സത്യം ചെയ്തു. ഒളിഞ്ഞു നോക്കലും ചാരവൃത്തിയും അവന് മടുത്തു. അവന് സ്വയം ലജ്ജ തോന്നി. വുഡിനടുത്ത് പോയി ക്വിഡിച്ച് ടീമിൽ നിന്ന് സ്വയം രാജിവയ്ക്കുന്നുവെന്ന് അവൻ ആവശ്യപ്പെട്ടു. രാജിവെക്കണമെന്നോ? വുഡ് ഗർജിച്ചു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ക്വിഡിച്ചിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോയിന്റുകൾ തിരികെ ലഭിക്കും? പക്ഷേ ക്വിഡിച്ചിന് പോലും അതിന്റെ രസം നഷ്ടപ്പെട്ടിരുന്നു. പരിശീലന സമയത്ത് ടീമിലെ മറ്റുള്ളവർ ഹാരിയോട് സംസാരിക്കുമായിരുന്നില്ല. അവനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ അവർ അവനെ സീക്കർ എന്ന് അഭിസംബോധന ചെയ്തു. ഹെർമിയോണിയും നെവിലും വിഷമങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഹാരിയുടെ അത്രയും മോശം അനുഭവം അവർക്കുണ്ടായില്ല. കാരണം അവരത്ര പ്രശസ്തരായിരുന്നില്ല. കൂടാതെ ആരും അവരോട് സംസാരിക്കാൻ തയ്യാറുമായിരുന്നില്ല. ഹെർമിയോണി ക്ലാസ്സിൽ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നത് നിർത്തി. തല താഴ്ത്തി നിശബ്ദയായി പഠിച്ചു. പരീക്ഷകൾ അധികം ദൂരെയല്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാരി സന്തോഷിച്ചു. റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലെ സങ്കടം കുറഞ്ഞു. അവനും റോണും ഹെർമിയോണിയും രാത്രി വളരെ വൈകി ഒറ്റയ്ക്കിരുന്ന് സങ്കീർണമായ പോർഷൻസിലെ ചേരുവകൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു. മന്ത്രങ്ങൾ മനഃപാഠമാക്കി. മാന്ത്രിക കണ്ടുപിടുത്തങ്ങളുടെയും ഗോബ്ലിൻ കലാപങ്ങളുടെയും തീയതികൾ മനഃപാഠമാക്കി. പിന്നെ പരീക്ഷകൾ ആരംഭിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന ഹാരിയുടെ പുതിയ തീരുമാനം അപ്രതീക്ഷിതമായി പരീക്ഷിക്കപ്പെട്ടു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ലൈബ്രറിയിൽ നിന്ന് ഒറ്റയ്ക്ക് തിരികെ നടക്കുമ്പോൾ മുന്നിലുള്ള ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ആരോ പിറുപിറുക്കുന്നത് അവൻ കേട്ടു. അടുത്തേക്ക് വരുന്തോറും ക്യുറലിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി. വേണ്ട വേണ്ട, ഇനി വേണ്ട, ദയവായി പ്ലീസ്. ആരോ അയാളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തോന്നി. ഹാരി അടുത്തേക്ക് നീങ്ങി. ശരി ശരി, ക്വിറൽ കരയുന്നത് അവൻ കേട്ടു. അടുത്ത നിമിഷം ക്വിറൽ തലപ്പാവ് നേരെയാക്കി ക്ലാസ് മുറിയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് വന്നു. അയാൾ വിളറിയിരുന്നു, കരയാൻ പോകുന്നത് പോലെ. ക്വിറൽ അവന് ശ്രദ്ധിച്ചതുപോലുമില്ല. അയാളുടെ കാൽപ്പാടുകൾ അപ്രത്യക്ഷമാകുന്നതുവരെ അവൻ കാത്തിരുന്നു. തുടർന്ന് ക്ലാസ് മുറിയിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു. പക്ഷെ മറുവശത്ത് ഒരു വാതിൽ തുറന്നിരുന്നു. ഇടപെടില്ലെന്ന് താൻ സ്വയം വാഗ്ദാനം ചെയ്ത കാര്യം ഹാരിക്ക് ക്ലാസിന്റെ പകുതി ദൂരം എത്തിയപ്പോഴേക്കും ഓർമ്മ വന്നു. എന്തായാലും സ്നേപ്പ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹാരി ഇപ്പോൾ കേട്ടതനുസരിച്ച് സ്നേപ്പ് സന്തോഷത്തോടെയായിരിക്കും പോയിട്ടുണ്ടാവുക. ക്വിറൽ ഒടുവിൽ വഴങ്ങിയതായി അവന് മനസ്സിലായി. ഹാരി ലൈബ്രറിയിലേക്ക് തിരിച്ചുപോയി. അവിടെ ഹെർമിയോണി റോണിന് ജ്യോതിശാസ്ത്രത്തിൽ പരീക്ഷ നടത്തുകയായിരുന്നു. ഹാരി താൻ കേട്ട കാര്യങ്ങൾ അവരോട് പങ്കുവച്ചു.
അപ്പോൾ സ്നേപ്പ് അത് ചെയ്തു, റോൺ ഉറപ്പിച്ചു. ക്വിറൽ അദ്ദേഹത്തിന്റെ ആന്റി ഡാർക്ക് ഫോഴ്സ് സ്പെൽ എങ്ങനെ മറികടക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ. എന്നാലും ഫ്ലഫി ഇപ്പോഴും ഉണ്ടല്ലോ, ഹെർമിയോണി ഓർമ്മപ്പെടുത്തി. ഹാഗ്രിഡിനോട് ചോദിക്കാതെ തന്നെ സ്നേപ്പ് അവനെ എങ്ങനെ മറികടക്കാമെന്ന് കണ്ടെത്തിയിരിക്കാം. ചുറ്റുമുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളിലേക്ക് നോക്കി റോൺ പറഞ്ഞു. 3 തലയുള്ള ഒരു ഭീമൻ നായയെ എങ്ങനെ മറികടക്കാമെന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും ഹാരി? റോണിന്റെ കണ്ണുകളിൽ സാഹസികതയുടെ വെളിച്ചം വീണ്ടും ജ്വലിച്ചു. പക്ഷേ ഹാരിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നതിനു മുമ്പ് ഹെർമിയോണി ഉത്തരം നൽകി. ഡംബിൾഡോറിനോട് പറയാം, വളരെ മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണിത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മളെ ആയിരിക്കും പുറത്താക്കുക. പക്ഷെ നമ്മുടെ കൈവശം തെളിവൊന്നുമില്ല, ഹാരി പറഞ്ഞു. ക്വിറൽ നമ്മളെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. ഹാലോവീനിൽ ട്രോൾ എങ്ങനെ വന്നുവെന്ന് തനിക്കറിയില്ലെന്നും 3-ാം നിലയുടെ അടുത്തെങ്ങും താൻ ഇല്ലായിരുന്നുവെന്നും സ്നേപ്പ് പറയും. അവരാരെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? നമ്മളെയോ അതോ അയാളെയോ? നമ്മൾ അയാളെ വെറുക്കുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അയാളെ പുറത്താക്കാൻ നമ്മൾ ഒത്തുകളിച്ചുവെന്ന് ഡംബിൾഡോർ കരുതും. ഫിൽച്ചും അയാളെ പിന്തുണയ്ക്കും നമ്മളെ പുറത്താക്കാൻ. സ്റ്റോണിനെക്കുറിച്ചോ ഫ്ലഫിയെക്കുറിച്ചോ നമ്മൾ അറിയേണ്ടതില്ലെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അത് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇത് ഹെർമിയോണിക്ക് ബോധ്യപ്പെട്ടതായി തോന്നി. പക്ഷേ റോണിന് ബോധ്യപ്പെട്ടില്ല. നമ്മൾ കുറച്ചുകൂടി ഒന്ന് നിരീക്ഷിച്ചാൽ? ഇല്ല, ഹാരി വ്യക്തമാക്കി. നമ്മൾ വേണ്ടത്ര അന്വേഷിച്ച് കഴിഞ്ഞു. അവൻ വ്യാഴത്തിന്റെ ഒരു ഭൂപടം തന്റെ നേരം വലിച്ചെടുത്ത് അതിന്റെ ഉപഗ്രഹങ്ങളുടെ പേരുകൾ പഠിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണമേശയിൽ ഹാരി, ഹെർമിയോണി, നെവിൽ എന്നിവർക്ക് കുറിപ്പുകൾ എത്തി. അതെല്ലാം ഒന്നു തന്നെയായിരുന്നു. നിങ്ങളുടെ ഡിറ്റൻഷൻ ഇന്ന് രാത്രി 11 മണിക്ക് നടക്കും. പ്രവേശന ഹാളിൽ മിസ്റ്റർ ഫിൽച്ചിനെ കാണുക. പ്രൊഫസർ എം മക്ഗൊനാഗൽ. നഷ്ടപ്പെട്ട പോയിന്റുകളെ ചൊല്ലിയുള്ള കോലാഹലത്തിൽ തങ്ങൾക്ക് ഇനിയും ഡിറ്റൻഷൻ ബാക്കിയുണ്ടെന്ന് ഹാരിയും മറന്നുപോയിരുന്നു. ഇത് റിവിഷന്റെ ഒരു രാത്രി മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഹെർമിയോണി പരാതിപ്പെടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഹാരിയെപ്പോലെ അവർക്ക് ലഭിച്ചത് അവർ അർഹിക്കുന്നുണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു. അന്ന് രാത്രി 11 മണിക്ക് അവർ കോമൺ റൂമിൽ വെച്ച് റോണിനോട് വിട പറഞ്ഞ് നെവിലിനോടൊപ്പം പ്രവേശന ഹാളിലേക്ക് പോയി. ഫിൽച്ച് ഇതിനകം അവിടെ ഉണ്ടായിരുന്നു. മാൽഫോയിയും. മാൽഫോയിക്ക് ഡിറ്റൻഷൻ ലഭിച്ച കാര്യം ഹാരി മറന്നുപോയിരുന്നു. എന്റെ പിന്നാലെ വാ. ഫിൽച്ച് വിളക്ക് കൊളുത്തി അവരെ പുറത്തേക്ക് നയിച്ചു. സ്കൂൾ നിയമം വീണ്ടും ലംഘിക്കുന്നതിനെക്കുറിച്ച് ഇനി നിങ്ങൾ 2 തവണ ചിന്തിക്കും അല്ലേ? അയാൾ അവരെ നോക്കി തുടർന്നു. ഓ അതെ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കഷ്ടപ്പാടും വേദനയുമാണ് ഏറ്റവും നല്ല അധ്യാപകർ എന്ന്. പഴയ ശിക്ഷകൾ ഇവരെടുത്തു കളഞ്ഞതാണ് തെറ്റായിപ്പോയത്. കൈകെട്ടി കുറച്ചു ദിവസത്തേക്ക് സീലിംഗിൽ തൂക്കിയിടൽ പോലുള്ളത്. എന്റെ ഓഫീസിൽ ഇപ്പോഴും ചങ്ങലകളുണ്ട്. അവ എപ്പോഴെങ്കിലും ആവശ്യമായി വന്നാലോ, അതുകൊണ്ട് അവ നന്നായി എണ്ണ പുരട്ടി സൂക്ഷിക്കുന്നുണ്ട്. ശരി, നമുക്ക് പോകാം. ഓടിക്കളയാമെന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് കൂടുതൽ മോശമായി വരും. അവർ ഇരുട്ടിലൂടെ നടന്നു. നെവിൽ മണം പിടിച്ചുകൊണ്ടിരുന്നു. തങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് ഹാരി ചിന്തിച്ചു. അത് ശരിക്കും ഭയാനകമായ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഫിൽച്ചിത്ര സന്തോഷിക്കില്ല. രാത്രി നിലാവെളിച്ചത്തിൽ തിളങ്ങി. പക്ഷേ അതിലൂടെ നീങ്ങുന്ന മേഘങ്ങൾ അവരെ ഇരുട്ടിൽ മറച്ചു. മുന്നിൽ ഹാഗ്രിഡിന്റെ കുടിലിന്റെ വെളിച്ചമുള്ള ജനാലകൾ ഹാരിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവർ അകലെ നിന്ന് ഒരു നിലവിളി കേട്ടു. ഫിൽച്ചാണോ അത്? വേഗം വാ, എനിക്ക് തുടങ്ങണം. ഹാരിയുടെ ഹൃദയം ഉണർന്നു. അവർ ഹാഗ്രിഡിനൊപ്പമാണ് പോകുന്നതെങ്കിൽ അതത്ര കുഴപ്പമില്ല. അവന്റെ ആശ്വാസം മുഖത്ത് പ്രകടമായിരുന്നിരിക്കണം. കാരണം ഫിൽച്ച് പറഞ്ഞു, നീ ആ മണ്ടനൊപ്പം പോകുന്നതിന്റെ സന്തോഷത്തിലാണോ? ശരിക്ക് ചിന്തിക്കു ചെക്ക, നീ പോകുന്നത് ആ കാട്ടിലേക്കാണ്.
നിങ്ങളെല്ലാം പോകുന്നത് പോലെ തിരിച്ചു വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത് കേട്ട് നെവിൽ ഒരു ചെറിയ ഞരക്കം പുറപ്പെടുവിച്ചു. മാൽഫോയ് യാത്രാമധ്യേ നിന്നു. കാടോ? അവൻ ആവർത്തിച്ചു. പക്ഷേ പതിവ് പോലെ അത്ര സന്തോഷത്തിലല്ല. രാത്രിയിൽ നമ്മൾ എങ്ങനെ അവിടെ പോകും? അവിടെ എല്ലാത്തരം ജീവികളുമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. വ്യൂൾസ്. നെവിൽ ഹാരിയുടെ റോബിന്റെ കൈ പിടിച്ച് ശ്വാസം മുട്ടിയ ശബ്ദമുണ്ടാക്കി. അതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? ആഹ്ലാദം കൊണ്ട് വിറക്കുന്ന സ്വരത്തിൽ ഫിൽച്ച് ചോദിച്ചു. കുഴപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു ഇതെല്ലാം. ഇരുട്ടിൽ നിന്ന് ഹാഗ്രിഡ് അവരുടെ നേരെ വന്നു. ഫാങ് അയാളുടെ കാൽക്കീഴിലും കൂടെ തന്റെ വലിയ വില്ലും തോളിൽ അമ്പുകളുടെ ഒരു ആവനാഴിയും. സമയമായി, അയാൾ പറഞ്ഞു. ഞാൻ അരമണിക്കൂറോളമായി കാത്തിരിക്കുകയാണ്. ശരി ഹാരി, ഹെർമിയോണി. ഞാൻ ഇവരോട് അധികം സൗഹൃദം കാണിച്ചില്ല ഹാഗ്രിഡ്, ഫിൽച്ച് ശാന്തമായി പറഞ്ഞു. കാരണം അവർ ശിക്ഷിക്കപ്പെടാൻ വന്നവരാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്ര വൈകിയത് അല്ലേ? ഫിൽച്ചിനെ നോക്കി നെറ്റിച്ചൊളിച്ചുകൊണ്ട് ഹാഗ്രിഡ് ചോദിച്ചു. നിങ്ങൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇനി അത് ഇവിടെ ചെയ്യണ്ട. നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഇവിടെ മുതൽ ചുമതല ഞാൻ ഏറ്റെടുത്തു. ഞാൻ പുലർച്ചെ തിരിച്ചെത്തും, ഫിൽച്ച് പറഞ്ഞു. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ. അയാൾ അരോചകമായി കൂട്ടിച്ചേർത്തു. ശേഷം തിരിഞ്ഞ് കോട്ടയിലേക്ക് നടന്നു തുടങ്ങി. അയാളുടെ വിളക്ക് ഇരുട്ടിൽ ആടി ഉലഞ്ഞു. മാൽഫോയ് ഇപ്പോൾ ഹാഗ്രിഡിലേക്ക് തിരിഞ്ഞു. ഞാൻ ആ കാട്ടിലേക്ക് പോകില്ല, അവൻ പറഞ്ഞു. അവന്റെ സ്വരത്തിലെ ഇടർച്ച കേട്ടപ്പോൾ ഹാരിക്ക് സന്തോഷമായി. നിനക്ക് ഹോഗ്വാർട്സിൽ തുടരണമെങ്കിൽ വരേണ്ടി വരും, ഹാഗ്രിഡ് കടുപ്പിച്ചു. നീ തെറ്റ് ചെയ്തു, അപ്പോൾ അതിനുള്ള ശിക്ഷ വാങ്ങണം. പക്ഷേ ഇത് വേലക്കാരുടെ കാര്യമാണ്, വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമല്ല. എന്തെങ്കിലും എഴുതിപ്പിക്കാനാണെന്നാണ് ഞാൻ കരുതിയത്. എന്റെ അച്ഛൻ ഇത് അറിഞ്ഞാൽ അദ്ദേഹം ഹോഗ്വാർട്സിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരും, ഹാഗ്രിഡ് മുറുമുറുത്തു. എഴുതിക്കലോ? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകണം. നിന്റെ അച്ഛൻ നിന്നെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാസലിലേക്ക് തിരികെ പോയി പെട്ടി പാക്ക് ചെയ്തോളൂ, പോകൂ. മാൽഫോയ് അനങ്ങിയില്ല. അവൻ ഹാഗ്രിഡിനെ ദേഷ്യത്തോടെ നോക്കി. പക്ഷെ പിന്നീട് നോട്ടം മാറ്റി. എങ്കിൽ ഹാഗ്രിഡ് പറഞ്ഞു തുടങ്ങി. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപകടകരമാണ്. ആരും കുഴപ്പത്തിലകപ്പെടരുത്. എന്റെ പിന്നാലെ വരൂ. അയാൾ അവരെ കാടിന്റെ അരികിലേക്ക് നയിച്ചു. വിളക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ഇടുങ്ങിയതും വളഞ്ഞു പുളഞ്ഞതുമായ ഒരു മണ്ണിന്റെ പാതയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അത് കട്ടിയുള്ള കറുത്ത മരങ്ങളിലൂടെ അപ്രത്യക്ഷമായി. ഒരു നേരിയ കാറ്റ് അവരുടെ മുടി ഉയർത്തി. അതാ, ഹാഗ്രിഡ് പറഞ്ഞു. ഒന്ന് നിലത്ത് തിളങ്ങുന്നത് കണ്ടോ? വെള്ളി നിറമുള്ളത്. അത് യൂണിക്കോണിന്റെ രക്തമാണ്. ഇവിടെ എവിടെയോ ഏതോ ഒരു ജീവിയാൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യൂണിക്കോണുണ്ട്. ഒരാഴ്ചക്കിടെ ഇത് 2ാമത്തെ തവണയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഒന്നിനെ മരിച്ച നിലയിൽ ഞാൻ കണ്ടെത്തി. ഈ പാവത്തിനെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അതിനെ അതിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം. യൂണിക്കോണിനെ ഉപദ്രവിച്ചത് ആദ്യം നമ്മളെ കണ്ടെത്തുകയാണെങ്കിലോ? മാൽഫോയ് തന്റെ ശബ്ദത്തിലെ ഭയം മറച്ചുവെക്കാനാകാതെ ചോദിച്ചു. എന്റെ കൂടെയോ ഫാങ്ങിന്റെ കൂടെയോ ആയിരിക്കുമ്പോൾ കാട്ടിൽ ജീവിക്കുന്ന യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല, ഹാഗ്രിഡ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ 2 കൂട്ടമായി പിരിഞ്ഞ് വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങും. എല്ലായിടത്തും രക്തമുണ്ട്. ഇന്നലെ രാത്രി മുതൽ അത് അലഞ്ഞു നടക്കുന്നുണ്ടാകണം. എനിക്ക് ഫാങ്ങിനെ വേണം, ഫാങ്ങിന്റെ നീണ്ട പല്ലുകളിലേക്ക് നോക്കി മാൽഫോയ് പെട്ടെന്ന് പറഞ്ഞു. ശരി, പക്ഷേ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, അവൻ ഒരു ഭീരുവാണ്, ഹാഗ്രിഡ് പറഞ്ഞു. അപ്പോൾ ഞാനും ഹാരിയും ഹെർമിയോണിയും ഒരു വഴിക്ക് പോകാം. ഡ്രാക്കോയും നെവിലും ഫാങ്ങും മറുവഴിക്ക് പോയിക്കോളൂ. ഇനി നമ്മളിൽ ആരെങ്കിലും യൂണിക്കോണിനെ കണ്ടെത്തിയാൽ പച്ച തീപ്പൊരികൾ അയക്കണം. നിങ്ങളുടെ വടിയെടുത്ത് ഒന്ന് പരിശീലിക്കൂ. അതെ, അങ്ങനെ തന്നെ. പിന്നെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ചുവന്ന തീപ്പൊരികൾ. ഉടനെ ഞങ്ങൾ നിങ്ങളെ വന്ന് കണ്ടെത്തും. അപ്പോൾ സൂക്ഷിക്കുക. നമുക്ക് പോകാം. കാട് കറുത്തതും നിശബ്ദവുമായിരുന്നു. അല്പദൂരം അകത്തേക്ക് നടന്നപ്പോൾ അവർ മൺപാതയുള്ള ഒരു നാൽക്കവലയിലെത്തി.
ഹാരിയും ഹെർമിയോണിയും ഹാഗ്രിഡും ഇടതുവശത്തേക്ക് നടന്നു. മാൽഫോയ്, നെവിൽ, ഫാങ് എന്നിവർ വലതുവശത്തേക്ക് നടന്നു. അവർ നിശബ്ദരായി കണ്ണുകൾ നിലത്തുറപ്പിച്ചു. ഇടയ്ക്കിടെ മുകളിലെ ശാഖകളിലൂടെ നിലാവെളിച്ചം പതിഞ്ഞ് വീണുകിടന്ന ഇലകളിൽ വെള്ളിനീല രക്തത്തിന്റെ ഒരു പൊട്ട് പ്രകാശിപ്പിച്ചു. ഹാഗ്രിഡ് വളരെ വിഷമിച്ചിരിക്കുന്നത് ഹാരി കണ്ടു. വിയർവൂൾഫാണോ യൂണിക്കോണുകളെ കൊല്ലുന്നത്? ഹാരി സംശയം ചോദിച്ചു. വേഗത പോരാ, ഹാഗ്രിഡ് പറഞ്ഞു. ഒരു യൂണിക്കോണിനെ പിടിക്കുക എളുപ്പമല്ല. അവ ശക്തരായ മാന്ത്രിക ജീവികളാണ്. ഒരു യൂണിക്കോണിന് പരിക്കേൽക്കുന്നത് ഞാൻ മുമ്പൊരിക്കലും കേട്ടിട്ടില്ല. അവർ പായൽ പിടിച്ച ഒരു മരക്കൊമ്പിന് മുകളിലൂടെ നടന്നു. ഹാരിക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അടുത്തെവിടെയോ ഒരു അരുവിയുണ്ടായിരിക്കണം. വളഞ്ഞു പുളഞ്ഞ വഴിയിൽ ഇപ്പോഴും അവിടെയും ഇവിടെയും യൂണിക്കോണിന്റെ രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ ഹെർമിയോണി, ഹാഗ്രിഡ് മന്ത്രിച്ചു. വിഷമിക്കണ്ട, ഇത്രയും മുറിവേറ്റതിനാൽ അത് ദൂരെ പോകാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയെങ്കിലും. ദേ, ആ മരത്തിനു പിന്നിൽ. ഹാഗ്രിഡ് ഹാരിയെയും ഹെർമിയോണിയെയും പിടിച്ച് വഴിയിൽ നിന്ന് മാറ്റി ഒരു ഉയർന്ന ഓക്ക് മരത്തിന് പിന്നിൽ നിന്നു. അയാൾ ഒരമ്പ് പുറത്തെടുത്ത് തന്റെ വില്ലിൽ ഘടിപ്പിച്ചു. എയ്യാൻ തയ്യാറായി അത് ഉയർത്തി. അവർ മൂവരും ശ്രദ്ധിച്ചു. സമീപത്തുള്ള ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെ എന്തോ ഇഴയുന്നുണ്ടായിരുന്നു. ഒരു മേൽവസ്ത്രം നിലത്തുകൂടി വലിയുന്നത് പോലെയായിരുന്നു അത്. ഇരുണ്ട വഴിയിലൂടെ ഹാഗ്രിഡ് സൂക്ഷിച്ചു നോക്കി. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദമില്ലാതെയായി. എനിക്കപ്പോഴേ തോന്നി, അയാൾ പിറുപിറുത്തു. ഇവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത എന്തോ ഉണ്ടെന്ന്. വിയർവൂൾഫാണോ? ഹാരി ചോദിച്ചു. അത് വിയർവൂൾഫല്ല, യൂണിക്കോണുമല്ല, ഹാഗ്രിഡ് ദയനീയമായി പറഞ്ഞു. ശരി, എന്നെ പിന്തുടരൂ, പക്ഷേ നന്നായി സൂക്ഷിക്കണം. അവർ പതുക്കെ നടന്നു. ഏറ്റവും നേരിയ ശബ്ദത്തിനായി ചെവികൾ തുറന്നു. പെട്ടെന്ന് മുന്നിൽ എന്തോ ഒന്ന് നീങ്ങി. ആരാണത്? ഹാഗ്രിഡ് വിളിച്ചു ചോദിച്ചു. നിന്നെ തന്നെ, കാണട്ടെ, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് വന്നത് ഒരു മനുഷ്യനോ അതോ കുതിരയോ? അരക്കെട്ടുവരെ ചുവന്ന മുടിയും താടിയുമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അതിന് താഴെയായി ചുവപ്പ് വാലുള്ള ഒരു കുതിരയുടെ തിളങ്ങുന്ന ചുവന്ന ശരീരം. ഹാരിയുടെയും ഹെർമിയോണിയുടെയും താടിയലുകൾ താഴ്ന്നു. ഓ, നീയാണോ റോണൻ? ഹാഗ്രിഡ് ആശ്വാസത്തോടെ പറഞ്ഞു. സുഖമാണോ? അയാൾ മുന്നോട്ട് നടന്ന് സെന്റോറിന്റെ കൈകുലുക്കി. ഗുഡ് ഈവനിങ് ഹാഗ്രിഡ്, റോണൻ പറഞ്ഞു. അയാളുടെ ശബ്ദം ആഴമേറിയതും ദുഃഖപൂർണവുമായിരുന്നു. നിങ്ങൾ എന്നെ എയ്യാൻ പോകുകയായിരുന്നു? അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല റോണൻ, ഹാഗ്രിഡ് തൻ്റെ ക്രോസ് ബോയിൽ തട്ടി പറഞ്ഞു. ഈ കാട് ആകെ അയഞ്ഞ അവസ്ഥയിലാണ്. ഇത് ഹാരി പോട്ടറും ഹെർമിയോണി ഗ്രേഞ്ചറുമാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. ഇത് റോണൻ, അവനൊരു സെന്റോറാണ്. ഞങ്ങൾ കണ്ടു, ഹെർമിയോണി മന്ദമായി മറുപടി നൽകി. ഗുഡ് ഈവനിങ്, റോണൻ അവരെ അഭിസംബോധന ചെയ്തു. നിങ്ങൾ വിദ്യാർത്ഥികളാണോ? സ്കൂളിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടോ? കുറച്ച്, ഹെർമിയോണി അല്പം ഭയത്തോടെ പറഞ്ഞു. കുറച്ച്? വെൽ, അതെ. റോണൻ ദീർഘശ്വാസമെടുത്തു. എന്നിട്ട് തലയാട്ടി ആകാശത്തേക്ക് നോക്കി. ഇന്ന് ചൊവ്വ പ്രകാശിക്കുന്നു. അതെ, ഹാഗ്രിഡ് മുകളിലേക്ക് നോക്കി അതിനോട് യോജിച്ചു. കേൾക്ക്, നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് റോണൻ. കാരണം ഇവിടെ എവിടെയോ ഒരു യൂണിക്കോൺ മുറിവേറ്റ് കിടപ്പുണ്ട്. നീ എന്തെങ്കിലും കണ്ടോ? റോണൻ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അവൻ ഇമ വെട്ടാതെ മുകളിലേക്ക് നോക്കിയിരുന്നു. പിന്നെ വീണ്ടും നെടുവീർപ്പിട്ടു. എപ്പോഴും നിരപരാധികളാണ് ആദ്യ ഇരകൾ, അദ്ദേഹം പറഞ്ഞു. പണ്ടേ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. അതെ, പക്ഷേ നീ എന്തെങ്കിലും കണ്ടോ റോണൻ? എന്തെങ്കിലും അസാധാരണമായി? ഹാഗ്രിഡ് ചോദിച്ചു. ഇന്ന് ചൊവ്വ പ്രകാശിക്കുന്നു. ഹാഗ്രിഡ് അക്ഷമയോടെ അവനെ നോക്കിയപ്പോൾ റോണൻ ആവർത്തിച്ചു. അസാധാരണമായി തിളങ്ങുന്നു.
അതെ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എന്തെങ്കിലും അസാധാരണമായി കണ്ടോ എന്നാണ്. ഹാഗ്രിഡ് വ്യക്തമാക്കി. നിങ്ങൾ വിചിത്രമായി എന്തെങ്കിലും കണ്ടോ? വീണ്ടും റോണിന് ഉത്തരം പറയാൻ കുറച്ച് സമയമെടുത്തു. ഒടുവിൽ അവൻ പറഞ്ഞു, കാട് നിരവധി രഹസ്യങ്ങൾ മറക്കുന്നു. റോണിന്റെ പിന്നിലെ മരങ്ങളിൽ ഒരു ചലനം ഹാഗ്രിഡിനെ വീണ്ടും വില്ലുപൊക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷെ അത് കറുത്ത മുടിയുള്ള റോണനേക്കാൾ ഭീകരനായ രണ്ടാമതൊരു സെന്റോർ മാത്രമായിരുന്നു. ഹലോ ബെയിൻ, ഹാഗ്രിഡ് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഗുഡ് ഈവനിങ് ഹാഗ്രിഡ്. സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നോക്ക്, ഞാൻ റോണനോട് ചോദിച്ചു, നീ ഇവിടെ അടുത്തെവിടെയെങ്കിലും വിചിത്രമായി എന്തെങ്കിലും കണ്ടോ? ഒരു യൂണിക്കോണിന് പരിക്കേറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ബെയിൻ റോണന്റെ അരികിലേക്ക് നടന്നു വന്നു. അവനും ആകാശത്തേക്ക് നോക്കി. ഇന്ന് ചൊവ്വ പ്രകാശിക്കുന്നു, അയാൾ ലളിതമായി പറഞ്ഞു. അത് ഞങ്ങൾ കേട്ടു, ഹാഗ്രിഡ് പെറുപെറുത്തു. ശരി, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ എന്നെ അറിയിക്കൂ. അല്ലേ, അപ്പോൾ നമുക്ക് പോകാം. ഹാരിയും ഹെർമിയോനിയും ഹാഗ്രിഡിനെ പിന്തുടർന്ന് പുറത്തേക്കിറങ്ങി. മരങ്ങൾ കാഴ്ച മറക്കുന്നതുവരെ റോണനെയും ബെയിനിനെയും അവർ തിരിഞ്ഞു നോക്കി. ഒരിക്കലുമില്ല, ഹാഗ്രിഡ് ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു സെന്റോറിൽ നിന്ന് നേരെ ഉത്തരം കിട്ടുന്ന കാര്യം ചിന്തിക്കണ്ട. ഒരു നക്ഷത്ര നിരീക്ഷകർ, അടുത്തുള്ള ഒന്നിലും താല്പര്യമില്ല. ഇങ്ങനെ കുറെ പേർ ഇവിടെ ഉണ്ടോ? ഹെർമിയോനി ചോദിച്ചു. ഓ, വളരെ കുറച്ചു പേർ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലും എനിക്കൊരു സഹായം വേണമെങ്കിൽ അവർ മിടുക്കരാണ്. അവർ ആഴത്തിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒന്നും പറയില്ല. നമ്മൾ ആദ്യം കണ്ടത് ഒരു സെന്റോറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹാരി ചോദിച്ചു. അതൊരു കുളമ്പടി പോലെയാണോ നിനക്ക് തോന്നിയത്? അല്ലല്ലോ. എന്നോട് ചോദിച്ചാൽ അതാണ് യൂണിക്കോണുകളെ കൊല്ലുന്നത്. അതുപോലൊന്ന് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇടതൂർന്ന ഇരുണ്ട മരങ്ങൾക്കിടയിലൂടെ അവർ നടന്നു. ഹാരി പരിഭ്രാന്തിയോടെ പിറകിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവനൊരു തോന്നലുണ്ടായി. ഹാഗ്രിഡും ക്രോസ്ബോയും അവരോടൊപ്പം ഉണ്ടായിരുന്നതിൽ അവൻ വളരെ സന്തോഷിച്ചു. ഒരു വളവ് കടന്നപ്പോൾ ഹെർമിയോനി ഹാഗ്രിഡിന്റെ കൈ പിടിച്ചു. ഹാഗ്രിഡ്, നോക്ക്, ചുവന്ന തീപ്പൊരികൾ. മറ്റുള്ളവർ കുഴപ്പത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഹാഗ്രിഡ് വിളിച്ചു പറഞ്ഞു. വഴിയിൽ തന്നെ നിൽക്കണം, ഞാൻ വേഗം വരാം. അയാൾ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഓടുന്നത് അവർ കേട്ടു. പരസ്പരം നോക്കി അവർ വളരെ ഭയന്നു. ചുറ്റും ഇലകൾ അനങ്ങുന്ന ശബ്ദം മാത്രം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ബാക്കിയുമായി ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.